ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദിസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദത്തിന്റെ എല്ലാ മാന്യ കേൾവിക്കാർക്കും പ്രാരംഭമായി പുതുവത്സരാശംസകൾ നേരുകയാണ്. പിന്നിട്ട ഒരു വർഷം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ നാം എല്ലാവരും കടന്നുപോയി. ചിലത് കഷ്ടപ്പാടിന്റെയും കണ്ണുനീരിന്റെയും വേദനയുടെയും രോഗങ്ങളുടെയും മനോഭാരത്തിന്റെയും ഞെരുക്കത്തിന്റെയും ആയിരുന്നുവെങ്കിൽ, മറുഭാഗത്ത് അനേക ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതികമായ നന്മകളും നാം അനുഭവിച്ചു എന്നത് നന്ദിയോടല്ലാതെ ഓർക്കുവാനായിട്ട് കഴിയുകയില്ല. പുതുപുത്തൻ പ്രതീക്ഷകളുമായി നാം ഒരു പൊതു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു ചെറിയ ചിന്ത നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിനായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം അതിന്റെ 11 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അത് ഇപ്രകാരമാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയൊരു വർഷത്തിലേക്ക് പലവിധ ചിന്തകളോടെയാണ് നാം കാലെടുത്ത് വെക്കുന്നത്. അവയിൽ ചിലത് പ്രതീക്ഷ നൽകുന്നവയാണെങ്കിൽ മറ്റു ചിലത് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നതും നമ്മിൽ നാളെയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതുമാണ്. ദൈവാത്മാവ് നമ്മെ ദൈവവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ആശങ്കകൾക്കും പ്ലാനുകൾക്കും പദ്ധതികൾക്കും ഉപരിയായി ദൈവത്തിന് നമ്മെക്കുറിച്ച് നമുക്കായി ഒരു പദ്ധതിയുണ്ട് എന്ന വസ്തുതയാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഈ വചനങ്ങൾ നൽകുന്നത് സുഖസമൃദ്ധിയിലിരിക്കുന്ന ജനങ്ങളോടല്ല, മറിച്ച് നാടുവിട്ട് വീട് വിട്ട് നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്തിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു ജനതയോടാണ്. ഉടൻ പ്രവാസ ജീവിതം മാറി നല്ലൊരു കാലം വരും എന്ന് കേൾക്കുവാൻ ആഗ്രഹിച്ച ജനത്തോട് ദൈവാത്മാവ് ഉദ്ബോധിപ്പിക്കുന്നത് മറിച്ചാണ്. പക്ഷേ നിങ്ങൾക്കായി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുന്നത് പല പദ്ധതികളും ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിനെല്ലാം മുകളിൽ, അതിനെല്ലാം ഉപരിയായി ദൈവത്തിന് നമ്മെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നാണ്. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവം ഒരിക്കലും ആശയക്കുഴപ്പത്തിലല്ല. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. തന്നെയുമല്ല, ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, ആ പദ്ധതി അത്യന്തികമായി നമ്മുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ട് ഉള്ളതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്ന് ഇരിക്കുന്നു. നാം പലപ്പോഴും ചെറിയ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവം അനന്തമായ കാഴ്ചപ്പാടിലാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്. നമുക്ക് നഷ്ടമായി തോന്നുന്നതിനെ ദൈവം ഒരുക്കുന്നതിന്റെ ഭാഗമായും വൈകിപ്പിക്കുന്നതിനെ ദൈവം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും കാണുകയാണ്. ഈ പുതുവർഷത്തിൽ നാം വായിച്ചു കേട്ട വേദഭാഗം 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, ദൈവത്തിന്റെ സമയത്തെ വിശ്വസിക്കുക. വെയിറ്റ് ഫോർ ഹിസ് ടൈം. അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം അവന്റെ സമയത്ത് അവൻ നിറവേറ്റും എന്ന് ഉറച്ച് വിശ്വസിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ പദ്ധതികൾ അവന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക. സബ്മിറ്റ് യുവർ പ്ലാൻസ് ഇൻ ഹിസ് ഹാൻഡ്സ്. സദൃശ്യവാക്യങ്ങൾ
16 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, ആലോചനകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുക. ദൈവം അവയെ ദൈവിക ഉദ്ദേശപ്രകാരം രൂപാന്തരപ്പെടുത്തും. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.